ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ശിവരാത്രി ദിവസം കഴിഞ്ഞുള്ള വെളുപ്പിനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നാണല്ലോ എല്ലാവരും ബലിതർപ്പണവും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അതിനായിട്ട് പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് ചേട്ടനും മോനും കൂടിയിട്ട്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ തെങ്ങിലാണ് കേട്ടോ നമ്മുടെ മയിലുകളെല്ലാം നൈറ്റ് ഇരിക്കുന്ന സ്ഥലം. അപ്പോൾ അവർ പോകാനായിട്ട് ഏകദേശം റെഡിയായി നിൽക്കുകയാണ്. ഒരു 5 മണി കഴിഞ്ഞ് ഒരു 5:30 6 മണിക്കാട്ടോ ഇറങ്ങുന്നത്. ഇതാ കണ്ടോ, ഇഷ്ടംപോലെ മയിലുകളെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു 5 6 ആ തെങ്ങിലുണ്ടാവും. അപ്പോൾ മോനും പോകുന്നുണ്ട് കൂടെ. അവർ 2 വീലറിലാട്ടോ പോകുന്നത്, ഞാൻ പോകുന്നില്ല. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ പോകാൻ തയ്യാറായി ഇതായി ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു. അതിനുശേഷം ആദ്യമായിട്ട് ഇടുന്ന ശിവരാത്രി ബലിയാണ് കേട്ടോ, ബലി ഇടാൻ പോകുന്നതാണ്. അപ്പം ഇവിടെ അടുത്തുള്ള ഒരു ബലിതർപ്പണത്തിന് ഒരുക്കിയിട്ടുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ പോകുന്നത്. നമ്മൾ നാട്ടിലായിരിക്കുമ്പോൾ ആലുവയിലാണ് ചെയ്യാറുള്ളത്. ആലുവ മണപ്പുറത്താണ് ചെയ്യാറുണ്ടായിരുന്നത്. അതായത് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ചെയ്തുള്ള ശീലം എന്നുള്ളത് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇത് നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവരവിടെ ചെന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ബലിയിടാനായിട്ടുള്ളവർ. അങ്ങനെ അവിടെയുള്ള അടുത്തുള്ള പുഴയിൽ തന്നെ, പാലത്തുള്ളി പുഴ എന്ന് പറയും, അപ്പോൾ അവിടെ തന്നെ ഇതൊക്കെ ചെയ്തു. എന്നിട്ട് അവർ ഏകദേശം ഒരു 8:30 9 മണിയായപ്പോൾ തന്നെ തിരിച്ചെത്തി കേട്ടോ. അങ്ങനെ അവർ തിരിച്ചെത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെയും വീട്ടിലും വിളക്കൊക്കെ വെച്ച് നെയ്തിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം മോനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളാണ്, എക്സാം വരികയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ. അപ്പോൾ നമ്മൾ നെയ്ത്യത്തിനായിട്ട് ഉണ്ണിയപ്പവും അവിൽ നനച്ചതും പഴവുമാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതായിരുന്നു ഇന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ തിരിച്ചെത്തിയതിന് ശേഷം അതെല്ലാം നമ്മൾ ചെയ്തു. ഉണ്ണിയപ്പം അമ്മ ഉണ്ടാക്കി കൊടുത്തു വിട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഉണ്ണിയപ്പമാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയായിരുന്നു. ദോശ, ഗീ റോസ്റ്റ് അതിലുണ്ടാക്കി. ഗീ റോസ്റ്റിന് മുളക് ചമ്മന്തിയും പച്ച ചട്നിയൊക്കെ ആയിരുന്നു കേട്ടോ കഴിക്കാനുണ്ടായിരുന്നത്. പിന്നെ പ്രത്യേകം ഇന്ന് അടുത്ത ദിവസം എക്സാം തുടങ്ങുന്നതുകൊണ്ട് തന്നെ റിവിഷൻ ഇരിക്കാനുള്ളതുകൊണ്ട് പെട്ടെന്ന് പണിയൊക്കെ തീർത്തിട്ട് നമ്മൾ റിവിഷൻ ചെയ്യാനാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ശിവരാത്രി ഇത്തവണ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.